ഉറപ്പായും ഇന്ന് അവധി ദിവസമായതുകൊണ്ട് കുടുംബമായിട്ടും എല്ലാവരും വരും എന്നാണ് കരുതുന്നത്. കാരണം ഇതൊരു ഉത്സവമാണ്, അല്ലാതെ ഇത്ര പേർക്ക് കാണാൻ മാത്രം കഴിയുന്ന ഒരു വേദിയല്ല. സംസ്ഥാനം ഒട്ടാകെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. ഉറപ്പായിട്ടും കുടുംബമായിട്ട് എല്ലാവരും വരും. കുട്ടികളുമായിട്ടും അമ്മയും അച്ഛനും അമ്മൂമ്മമാരും എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യുന്ന ഒരു വേദി കൂടിയാണ് അല്ലെ റിയാസ്? ഞായറാഴ്ചയും കൂടാണ്. ഞായറാഴ്ചയാണ് നമ്മുടെ ചേച്ചി പറഞ്ഞ പോലെ സൺഡേ ഹോളിഡേ ഈസ് ജോളിഡേ അല്ലെ? അതായത് നല്ല പ്രയോഗമായിരുന്നു അത്. എന്തായാലും രസകരമായൊരു പ്രയോഗമായിരുന്നു അത്. ഈ ഞായറാഴ്ച വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഇനങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞു രേണുക, അതിൽ തന്നെ എനിക്ക് പ്രിയപ്പെട്ട നാടകമുണ്ട് ഇന്ന്. അതെ, നമുക്ക് നാടകമൊക്കെ കണ്ട് വൈബടിച്ച് പോകണം. ഇനിയും ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ട്. ആളുകൾ ഇങ്ങനെ ഇന്ന് നിറഞ്ഞ കവിയുമെന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 25,000 പന്തൽ മതിയാകുമോ എന്നുള്ളതാണ് അറിയാത്തത്. പിന്നെ ഒരു അനുഗ്രഹം ഉണ്ടായത് ഇന്നലെ രാത്രി മഴ പെയ്തു തിരുവനന്തപുരത്ത്. പറഞ്ഞായിരുന്നോ അല്ലേ? ആ മഴ പെയ്ത ആ ഒരു സാഹചര്യം, അത് കുറച്ചുകൂടി തണുത്ത ഒരു അന്തരീക്ഷം ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ഇച്ചിരി ചെളി വന്നിട്ടുണ്ട്. സ്വാഭാവികമാണ്, മഴ പെയ്യുമ്പോൾ കുറച്ച് ചെളിയൊക്കെ വേണം. ഒരു ചൂടിനൊരു ആശ്വാസമാണ്. തീർച്ചയായിട്ടും കനത്ത ചൂടായിരുന്നു ഇന്നലെയൊക്കെ. ആ കനത്ത ചൂടിനെ വെല്ലാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ മഴ പെയ്തത് ഒരു അനുഗ്രഹം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവരുടെ പെർഫോമൻസ് കാര്യങ്ങൾ, എത്തുന്ന ആളുകളുടെ വിവിധ ഭാവങ്ങൾ, ഈ കലയെ ആസ്വദിക്കുന്ന രീതി, ഇതൊക്കെ നമുക്ക് കൃത്യമായി തന്നെ എന്താ പറയുക, ഓരോ നിമിഷവും നമ്മൾ കേരള വിഷൻ ന്യൂസിലൂടെ ഈ പ്രേക്ഷകർക്ക് മുൻപിൽ ഒപ്പിയെടുത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അങ്ങനെ എന്താ പറയുക, നമ്മുടെ പിറകുന്നൊരു താളമേളത്തിന്റെ അതെ അവിടെ ഒരു പരിശീലനമൊക്കെ നടക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ പഞ്ചവാദ്യത്തിന്റെ പരിശീലനമൊക്കെ, അതിന്റെ ഒരു ഇങ്ങനെ താളം ഇങ്ങനെ മുറുകുന്നുണ്ട്. ആ താളം ഇനിയും മുറുകും എന്നുള്ളതാണ്. അങ്ങനെ ഒരു പൊളി വൈബായിരിക്കും അല്ലെ? ഒരു പൂരം ഫീലാണ് സത്യമായിട്ട്. ഇവിടെ ഒരു ഉത്സവമാണ്, ഒരു പൂരം ഫീല്. ചെണ്ടമേളം, ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഇത്രയും നാളും കണ്ടതി വെച്ച് പല രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ദിവ്യ സയറിന്റെ പാട്ടൊക്കെ നമ്മൾ കേട്ടായിരുന്നു. എല്ലാരും ഒരു കുട്ടി കാലത്തിലേക്ക് പോകണം. എല്ലാരും ഒരു കുട്ടിയായിട്ട് മാറി കലോത്സവത്തിന് വന്നിട്ട്. നമ്മളൊക്കെ കുട്ടികളല്ലേ? അപ്പം കുഞ്ഞാണ്, ഞങ്ങളൊക്കെ കുഞ്ഞായിട്ടാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത്. ഞങ്ങളുടെ ഒരു കുട്ടി. ഇനിയിപ്പോ നമ്മുടെ ചീഫ് സെക്രട്ടറി ഉണ്ട്, ശാരദാ മുരളീധരൻ മേഡം ഉണ്ട്. അവരിപ്പം മറ്റൊരു ചാനലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വൈബുള്ള ചീഫ് സെക്രട്ടറിയാണ്. മാത്രമല്ല എനിക്ക് അവരുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ് അവർ. മാത്രമല്ല ഒരുപക്ഷെ കോഴിക്കോടുകാരുടെ അഭിമാനമായ 2 ചീഫ് സെക്രട്ടറിമാരാണ് എന്ന് പറയാൻ സാധിക്കും. എന്നാലും ചീഫ് സെക്രട്ടറി അല്പസമയത്തിനകം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും. അതെ, നമ്മോടൊപ്പം ചേരും. അവർ ചേരുന്ന സമയത്ത് നമുക്ക് ചീഫ് സെക്രട്ടറിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ, ആ കാര്യങ്ങൾ നമുക്ക് സെക്രട്ടറി അതാണ് വൈബ് ചീഫ് സെക്രട്ടറി. അതെ, ആ വൈബ് ചീഫ് സെക്രട്ടറി അല്പസമയത്തിനകം കേരള വിഷൻ ന്യൂസിനൊപ്പം വരും എന്നുള്ളതാണ്. അതിനിടയിൽ നമുക്ക് മറ്റ് കലോത്സവ വിശേഷങ്ങളൊക്കെ പറയേണ്ടതുണ്ട്. പുത്തിരിക്കേണ്ടത് പോയോ?